സോയാബീൻ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 250 ഗ്രാമോളം സോയാബീൻ എടുത്ത് കുതിർത്ത് വച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുതിർത്ത സോയാബീൻ ചെറുതീയിലിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം മാറുന്നോടം വരെ ഇളക്കി കൊടുത്ത് അതിനുശേഷം ഒരു മിക്സിയിലോട്ട് മാറ്റി ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി, സവോള, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോളയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി വാടി വരുമ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മീറ്റ് മസാല 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ച് സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നതോടെ വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി വേവിച്ചതിന് ശേഷം വെള്ളം വറ്റി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചെറിയ ഉരുളകളാക്കി നമുക്ക് കയ്യിലിട്ട് പരത്തി എല്ലാം മാറ്റി വയ്ക്കാം. പിന്നീട് ഞാൻ എടുക്കുന്ന ഒരു മുട്ടയാണ്. അത് പൊട്ടിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ബ്രെഡ് പൊടിച്ചാണ് എടുക്കുന്നത്. മാറ്റി വെച്ചിരിക്കുന്ന ഉരുളകൾ നമ്മൾ ആദ്യം മുട്ടയിലിട്ട് എടുത്തിട്ട് ബ്രെഡ് പൊടിച്ചതിൻ്റെ അകത്തോട്ട് മുക്കിയെടുത്തിട്ട് എണ്ണ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് ഫ്ലെയിം ആവരുത്. ചൂടായാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇഷ്ടമായ